ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. കട്ടപ്പന നഗരസഭ പ്രഥമ കൗൺസിൽ യോഗം ചേർന്നു. ചർച്ചയ്ക്ക് വന്ന 18 അജണ്ടകളും അംഗീകരിച്ചു. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. 2018 പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് മുനിസിപ്പാലിറ്റി അനുവദിച്ചിട്ടുള്ള വസ്തുവിന് പട്ടയം ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നതിന് കൌൺസിൽ തീരുമാനിച്ചു. കട്ടപ്പനയിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന KSRTC പ്രൈവറ്റ് ദീർഘദൂര സർവീസോ ഷട്ടിൽ സർവീസോ ഏതെങ്കിലും പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും സർവീസ് നടത്തണമെന്ന വ്യാപാരികളുടെ അപേക്ഷ ചർച്ച ചെയ്തു. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ PMAY പദ്ധതിയിൽപ്പെടുത്തി പണി പൂർത്തീകരിക്കാനുള്ള വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഏതാണ്ട് 23ഓളം ഗുണഭോക്താക്കൾ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം അവരുടെ വീടുകളുടെ പണി പൂർത്തീകരിക്കാൻ കഴിയാതെ വിഷമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മുനിസിപ്പൽ കൗൺസിലേഴ്സിൻ്റെ നേതൃത്വത്തിൽ ആ 23 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകൈയെടുത്ത് കൗൺസിലേഴ്സ് തന്നെ മുൻകൈയെടുത്ത് ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള തീരുമാനം ഇന്ന് എടുത്തിട്ടുണ്ട്. അത് ജനുവരി മാസത്തിൽ തന്നെ ആ 23 ആളുകളുടെയും വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ആളുകൾക്ക് കൊടുക്കാനുള്ള തുക നൽകി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. 2025-26 വർഷത്തേക്ക് വെച്ചിട്ടുള്ള പ്രോജക്റ്റുകളിൽ നടപ്പാക്കാത്ത പ്രോജക്റ്റുകൾ ഏതൊക്കെ എന്ന് നോക്കി ആ പ്രോജക്റ്റുകൾക്ക് പകരമായി വേറെ പ്രോജക്റ്റുകൾ ആവശ്യമായി വേണ്ടി വന്നാൽ എടുക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ ടെൻഡർ ചെയ്തിട്ടുള്ള വർക്കുകൾ ഏറ്റവും അടിയന്തരമായി അത് ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്നതിന് വേണ്ടി കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം പ്രതികൂല കാലാവസ്ഥ മൂലം പെൻഡിങ്ങിലിരുന്ന ടാറിംഗ് വർക്കുകൾ അവ അടിയന്തരമായി തന്നെ അത് ചെയ്തു തീർത്ത് ആ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ എടുക്കുന്നതിനും കൗൺസിൽ തീരുമാനിച്ചു. കല്ലുകുന്ന് അസിപ്പടിയിൽ 7 വർഷം മുൻപ് തകർന്ന റോഡ് നിർമ്മിക്കുന്നതിനനുവദിച്ച് 45 ലക്ഷം രൂപ വകമാറ്റിയ നടപടിക്കെതിരെ കൌൺസിലർ TG M രാജു പ്രതിഷേധമറിയിച്ചു. മലയോര ഹൈവേ ഭാഗമായ സ്കൂൾ കവല പാലം നിർമ്മാണം നടക്കാതെ പോയത് നഗരസഭയുടെ അലംഭാവം മൂലമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 18 അജണ്ടകൾ പാസാക്കാൻ തീരുമാനിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.